ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻഡോസ്മെൻ്റ് ആണ്. എൻഡോസ്മെൻറ്റ് മോഡേൺ ബാങ്കിങ് സബ്ജക്റ്റിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എൻഡോസ്മെൻറ്റ്. സോ നമുക്ക് എൻഡോസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. The main feature of a negotiable instrument is negotiability. Negotiability means transferability എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഐദർ ബൈ മിയർ ഡെലിവറി ഓർ ബൈ എൻഡോസ്മെൻറ്റ് ആൻഡ് ഡെലിവറി. അപ്പോൾ നമുക്ക് ഒരാൾക്ക് എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് എന്താവണം, ഐദർ ബൈ മിയർ ഡെലിവറിയിലൂടെ അല്ലെങ്കിൽ എൻഡോസ്മെൻറ്റ് ആൻഡ് ഡെലിവറി എന്ന് പറയുന്ന രണ്ട് ടൈപ്സിലൂടെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എൻഡോസ്മെൻറ്റ് മീൻസ് സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേഷൻ. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് ചെക്ക് ആവാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സൈൻ ചെയ്യുകയാണ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേഷൻ. അത് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുന്നു. അതാണ് എൻഡോസ്മെൻറ്റ്. Endorsement is the act of signing a negotiable instrument by the maker or endorser for the purpose of negotiation. The person who signs the instrument for the purpose of negotiation is called endorser. ആരാണോ ആ ചെക്കിൻ്റെ ബാക്ക് സൈഡിൽ എഴുതുന്നത്, സൈൻ ചെയ്യുന്നത്, അവർ എൻഡോസർ. ആൻഡ് ആർക്ക് വേണ്ടിയിട്ടാണോ, ദ പേഴ്സൺ ടു ഹൂം ഇൻസ്ട്രുമെൻറ്റ് ഇസ് എൻഡോസ്ഡ്, ആർക്കാണോ എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് ആ പേഴ്സൻ്റെ പേരാണ് എൻഡോസി. The endorser may sign either on the face or on the back of the negotiable instrument. അപ്പോൾ എൻഡോസർ ഒന്നുകിൽ അതിൻ്റെ ഫേസ് ഫ്രണ്ട് സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് സൈൻ ചെയ്യുന്നത്. എൻഡോസ്മെൻറ്റ് മീൻസ് ഇതാണ് അതിൻ്റെ മീനിങ്. മീൻസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സൈൻ ചെയ്യണം ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ മീൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുന്നു. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടേമാണ് എലോഞ്ചി എന്ന് പറയുന്നൊരു ടേം. ഇഫ് ദി എൻറ്റയർ സ്പേസ് ഓൺ ദി ബാക്ക് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് is covered with endorsement, a piece of paper is safely attached to the instrument for the purpose of endorsement. മീൻസ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കുറേ എൻഡോസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ സ്പേസ് ഇല്ല എങ്കിൽ നമ്മൾ ഒരു പീസ് ഓഫ് പേപ്പറിലാണ് ബാക്കിയുള്ള എൻഡോസ്മെൻറ്റ്സ് ചെയ്യാത്തത്. ആ ഒരു പീസ് ഓഫ് പേപ്പർ നമ്മൾ സേഫ്ലി ആ ശരിക്കുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കും. എന്നിട്ട് ആ പീസ് ഓഫ് പേപ്പറിലാണ് നമ്മൾ ബാക്കിയുള്ള എൻഡോസ്മെൻറ്റ്സ് ചെയ്യാണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള സബ്സീക്വൻ്റ് ആയിട്ടുള്ള എൻഡോസ്മെൻറ്റ്സ് ആ പീസ് ഓഫ് പേപ്പറിൽ ചെയ്യുമ്പം ആ പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എലോഞ്ചി എന്ന് പറയുന്നത്. ദ പേപ്പർ അറ്റാച്ച്ഡ് വിത്ത് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ഫർദർ എൻഡോസ്മെൻറ്റ് ഈസ് കോൾഡ് എലോഞ്ചി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ എൻഡോസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ചെയ്തിട്ട് അവിടെ സ്പേസ് ഇല്ല എങ്കിൽ ചെക്കിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സ്പേസ് ഇല്ല എങ്കിൽ നമ്മളതിൻ്റെ ഒരു അഡീഷണൽ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിലാണ് നമ്മൾ ബാക്കി എൻഡോസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സബ്സീക്വൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള എന്താ പറയുക എൻഡോസ്മെൻറ്റ്സൊക്കെ നമ്മൾ അതിലാണ് ചെയ്യുന്നത്. ആ ഒരു പേപ്പർ അറ്റാച്ച് ചെയ്ത പേപ്പറിനെയാണ് നമ്മൾ എലോഞ്ചി അല്ലെങ്കിൽ ആ അറ്റാച്ച് ചെയ്യുന്നത് വെറുതെ അല്ല, അത് ബാക്കിയുള്ള എൻഡോസ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനെയാണ് എലോഞ്ചി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ജനറൽ റൂൾസ് റിഗാർഡിംഗ് എൻഡോസ്മെൻറ്റ്. എൻഡോസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറൽ റൂൾസാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സിഗ്നേച്ചർ ഓഫ് ദി എൻഡോസർ. The endorser or any other person who are authorized to endorse has to sign the instrument for the to form a valid endorsement. അപ്പോൾ എൻഡോസർ എന്ന് മീൻസ് ആരാണോ ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്യുന്നത് അവരാണ് എൻഡോസർ. അപ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻഡോസർ ആണെങ്കിൽ ആ പേഴ്സൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ സൈൻ ചെയ്യണം, എന്തായാലും സൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ അതൊരു വാലിഡ് എൻഡോസ്മെൻ്റ് ആയിട്ട് കണക്കാക്കുള്ളൂ. ഇഫ് എ ചെക്ക് ഈസ് പേയബിൾ
to two person, both of them should sign the instrument in their own handwriting. അപ്പോൾ ഒരു ചെക്ക് രണ്ട് പേഴ്സൺസിന് പേയബിൾ ആണെങ്കിൽ രണ്ടാളും എന്ത് ചെയ്യണം, ആ ഇൻസ്ട്രുമെൻറ്റിൽ അവരുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ സൈൻ ചെയ്യണം. അതാണ് ഒരു ഫസ്റ്റ് ജനറൽ റൂൾസിൽ വരുന്നത്. സെക്കൻഡ് വൺ ആണ് സ്പെല്ലിംഗ്. ദി എൻഡോസർ ഷുഡ് സ്പെൽ ഹിസ് നെയിം ഇൻ ദ സെയിം വേ ആസ് ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ് ആസ് payee or endorsee. If his name is misspelled or his designation has been given wrongly, he should sign the instrument in the same manner given in the instrument. Thereafter he can write his correct name if likes to do so. For example, if the payee name is wrongly spelled as Sitara instead of Sitara, regular endorsement is as follows: Sitara. ഓക്കെ, എന്താണ് സ്പെല്ലിങ്ങിൻ്റെ ഒരു കേസ് വരുന്നുണ്ട്. സ്പെല്ലിംഗ് മീൻസ് നമ്മൾ എൻഡോസിക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് പാസ് ചെയ്യുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ എൻഡോസിയുടെ പേര് കറക്റ്റായിട്ട് അവിടെ കാണണം, സ്പെൽട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ അവരുടെ ആ പേഴ്സൻ്റെ ഡെസിഗ്നേഷനും ചേഞ്ച് ചെയ്യാൻ റോങ്ലി നമ്മൾ അവിടെ കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ, നോ എഡിഷൻ ഓർ ഒമിഷൻ ഓഫ് ദി ഇനീഷ്യൽ ഓഫ് ദി നെയിം. നമ്മുടെ നെയിമിൽ ഇനീഷ്യൽസ് ഇല്ല, അപ്പോൾ ഇനീഷ്യൽസ് ആഡ് ചെയ്യാനോ, അതായത് ചെക്കിലുള്ള പോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ ചെക്കിലുള്ളതിനേക്കാൾ നമ്മൾ ഒമിറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് ആ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ്, പ്രിഫിക്സ് ആൻഡ് സഫിക്സസ് ഷുഡ് ബി അവോയ്ഡഡ്. ദ പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ഷുഡ് ബി ഓഫ് ദി നെയിം ഓഫ് ദി പേയീ ഓർ എൻഡോസി ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഇൻ ദ എൻഡോസ്മെൻറ്റ്. എൻഡോസ്മെൻറ്റിൽ നമ്മൾ പ്രിഫിക്സസും സഫിക്സസൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് എൻഡോസ്മെൻറ്റ് ബൈ ഇല്ലിട്രേറ്റ് പേഴ്സൺ. അതായത് ഇല്ലിട്രേറ്റ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ ഹു കാൺ റീഡ് ആൻഡ് റൈറ്റ് ആണല്ലോ. അപ്പം എൻഡോസ്മെൻറ്റ് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എൻഡോസ്മെൻറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ചെയ്യുമ്പം അയാളുടെ തമ്പ് ഇംപ്രഷനാണ് അവിടെ ഫിക്സ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി വിറ്റ്നസ് ആൻഡ് അറ്റസ്റ്റ് ബൈ സംബഡി ഹു ഷുഡ് ഗിവ് ഹിസ് ഫുൾ അഡ്രസ്സ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നത് അയാൾ ആ പേഴ്സണിനെ അറിയുന്ന, ഇല്ലിട്രേറ്റ് പേഴ്സണിനെ അറിയുന്ന വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. എൻഡോസ്മെൻറ്റ് ബൈ ഫേം. ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ദ നെയിം ഓഫ് ദി ഫേം മസ്റ്റ് ബി സൈൻഡ് ബൈ എ പേഴ്സൺ, partner or manager etc. who is duly authorized to sign on behalf of partnership firm. അപ്പോൾ ഫേംസ് ആണ് എൻഡോസ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഹോളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു പേഴ്സണാണ് സൈൻ ചെയ്യുന്നത്. അത് പാർട്ട്ണർ അല്ലെങ്കിൽ മാനേജറായിരിക്കും സൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എൻഡോസ്മെൻറ്റ് ബൈ കമ്പനീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. In case of joint stock company and other institutions, endorsement should be made by person who authorized to sign on the behalf of company. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കേസ് ആണെങ്കിൽ കമ്പനി ഓൺ ദ ബിഹാഫ് ഓഫ് കമ്പനീൻ്റെ ബിഹാഫ്, അതായത് കമ്പനി റെപ്രസെൻ്റ് ചെയ്തിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ് എൻഡോസ്മെൻറ്റ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ മസ്റ്റ് ഗിവ് ഹിസ് കപ്പാസിറ്റർ ഫുൾ പൊസിഷൻ ടു ഇൻഡിക്കേറ്റ് ഹിസ് അതോറിറ്റി ടു സൈൻ ദി ചെക്ക്. അപ്പോൾ ആ പേഴ്സണിൻ്റെ കമ്പനിയിൽ അദ്ദേഹത്തിന് റെപ്രസെൻ്റ് ചെയ്തിട്ട് പോകാനുള്ള എന്തുണ്ടാവണം, ഒരു ഓതറൈസേഷൻ ഉണ്ടാവണം, എന്നാൽ മാത്രമേ അതിൽ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻഡോസ്മെൻറ്റ് ബൈ ഏജൻറ്റ്സ് എന്ന് പറയുന്നത്, എ പേഴ്സൺ മേ ഓതറൈസ് ഹിസ് ഏജൻറ്റ് ടു എൻഡോസ് ചെക്ക് ഓൺ ഹിസ് ബിഹാഫ്. എൻഡോസ്മെൻറ്റ് ഏജൻസിനും, അതായത് ഒരു പേഴ്സൺ ആ പേഴ്സണിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏജൻറ്റിനെ വെച്ചിട്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ ആ ഏജൻറ്റിനും കൂടെ എൻഡോസ് ചെയ്യാം. അത് ആ പേഴ്സണിൻ്റെ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് പറ്റുക. എൻഡോസ്മെൻറ്റ് ഇൻ സച്ച് എ കേസ് ഷുഡ് ബി ആസ് ഫോളോസ്. എക്സാമ്പിൾ, ചെക്ക് പേയബിൾ ടു M. Srinivasan will be endorsed by his agent as follows: for or on behalf or per pro M. Srinivasan. ഇങ്ങനെ ഒരു വേർഡിങ്സ് ആണ് അവിടെ എഴുതുന്നത് ഏജൻറ്റിൻ്റെ കേസാണെങ്കിൽ. നെക്സ്റ്റ്, എൻഡോസ്മെൻറ്റ് ബൈ ലിക്വിഡേറ്റേഴ്സ്. ഇഫ് എ company is liquidated and an official receiver is appointed, a check payable to him can be endorsed as follows. അപ്പോൾ ലിക്വിഡേറ്ററിനും എൻഡോസ്മെൻറ്റ് ചെയ്യാം. അത് ലിക്വിഡേഷൻ സമയത്ത് ലിക്വിഡേറ്ററാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോർ അജിത് മിനറൽസ് ലിമിറ്റഡ് ഇൻ ലിക്വിഡേഷൻ P. മോഹൻദാസ് ലിക്വിഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻഡോസ്മെൻറ്റ് ചെയ്യാം. പിന്നെ എൻഡോസ്മെൻറ്റ് ബൈ ട്രസ്റ്റീസ് ആൻഡ് എക്സിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്, ഇഫ് എ ചെക്ക് ഇസ് പേയബിൾ ടു ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടർ, ഇറ്റ് ഷുഡ് ബി എൻഡോസ്ഡ് ബൈ ഓൾ ഓഫ് ദം.
a check payable to the trustee of late Joseph Matthews endorsed as follows. അപ്പോൾ ജോസഫ് മാത്യു എന്ന് പറഞ്ഞ ട്രസ്റ്റീസ്, അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റീസ് എൻ്റെ പേരിലാണ് ചെക്ക് പേയബിൾ എങ്കിൽ അവരുടെ പേര് എഴുതുന്നത് പി കുരുവിള, ആർ ലക്ഷ്മണൻ എന്ന് പറയുന്ന 2 എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റീസിൻ്റെ പേര് വെച്ചിട്ടാണ് ഇവർ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ്. നമ്മൾ എന്താണ് എൻഡോഴ്സ്മെൻറ്റ്, അതുപോലെ എലോഞ്ചി എന്ന് പറയുന്നൊരു ടേം ഡിസ്കസ് ചെയ്തു. പിന്നെ പറഞ്ഞത് ജനറൽ റൂൾസ്, എന്തൊക്കെയാണ് റൂൾസ് ഫോളോ ചെയ്യുന്നത്. അത് ലിക്വിഡേറ്റേഴ്സിൻ്റെ കേസായാലും ഇല്ലിറ്ററേറ്റ് പേഴ്സൺസിൻ്റെ കേസായാലും എങ്ങനെയൊക്കെയാണ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈൻഡ്സ് ഓഫ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. This endorsement is also called a general endorsement. When the endorser simply signs on the back of the instrument for the purpose of negotiation, the instrument is said to be in a blank. അതായത് നമ്മൾ ജസ്റ്റ് ആ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഒന്നുമില്ലാതെ ജസ്റ്റ് നമ്മളതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ സൈൻ ചെയ്ത് അത് നെഗോഷ്യബിൾ ആക്കുന്നു. അതാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. The endorser does not mention the name of the endorsee and therefore it is payable to the bearer. അപ്പോൾ എൻഡോസർ ആർക്കാണോ, അതായത് എൻഡോസിൻ്റെ നെയിമൊന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് സൈൻ മാത്രം. അങ്ങനെയാണെങ്കിൽ സൈൻഡ് ബൈ ദ PM സുധീർ എന്നുള്ളൊരു എക്സാമ്പിൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പേയബിൾ ടു MP സുധീർ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ദ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ് ബിക്കംസ് പേയബിൾ ടു ദ ബിയർ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ നമ്മൾ സൈൻ ചെയ്യാണ് for the purpose of negotiation. Next one ആണ് special endorsement. This endorsement is also called a full endorsement. In this type of endorsement, the endorser not only writes his name but also the name of the endorsee on the back of the instrument. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ എൻഡോസറിൻ്റെ പേര് മാത്രമല്ല എൻഡോസിയുടെ പേരും കൂടെ നമ്മൾ റൈറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് നോട്ട് ഓൺലി റൈറ്റ്സ് ഇറ്റ്സ് നെയിം ബട്ട് ഓൾസോ ദ നെയിം ഓഫ് ദി എൻഡോസി. അപ്പോൾ എ ചെക്ക് ഈസ് പേയബിൾ ടു PM സുധീർ ഓർ ഓർഡർ ഈസ് എൻഡോസ്ഡ് ആസ് ഫോളോസ്. പേ അനീഷ് ഓർ ഓർഡർ സൈൻഡ് ബൈ MP സുധീർ എന്നുള്ളതാണ് പറയുന്നത്. ഓപ്പോസിറ്റ് ഓഫ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ആണ്. മീൻസ് അവിടെ നമ്മൾ എന്താണ് ഒരാളുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, അവരുടെ എൻഡോസീൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. എ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് ഇസ് എൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ വിച്ച് ദി എൻഡോസർ റെസ്ട്രിക്റ്റ് ദ ഫർദർ നെഗോഷിയേഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു റെസ്ട്രിക്ഷൻ വെക്കുവാണ്. ദ എൻഡോസി കനോട്ട് ഫർദർ എൻഡോസ് സച്ച് ഇൻസ്ട്രുമെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഞാൻ ഒരാൾക്ക് എൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് ആണെങ്കിൽ പിന്നെ ഞാൻ ആർക്കാണോ എൻ്റെ എൻഡോസിക്ക് ഞാൻ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെയും എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ എഴുതുന്നത് പേ അനീഷ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് പിന്നെ ഫർദറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫർദറായിട്ട് അയാൾക്ക് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് റെസ്ട്രിക്റ്റീവ്. അതായത് റെസ്ട്രിക്ഷൻ നമ്മൾ വെക്കുകയാണ്, വേറെ ആർക്കും ഇത് എൻഡോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ റെസ്ട്രിക്ഷൻ വെക്കുകയാണ്. നെക്സ്റ്റ് കണ്ടീഷൻ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. ദിസ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് കണ്ടെയ്ൻസ് എ കണ്ടീഷൻ ടു പേ ദി എമൗണ്ട് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇവിടെ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് മേ ഐദർ ലിമിറ്റ് ദി ലയബിലിറ്റി ഓഫ് ദി എൻഡോസർ ഓർ ക്രിയേറ്റ് സം ലയബിലിറ്റി ടു ദി എൻഡോസി ടു റിസീവ് ദ പേയ്മെൻറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. എ ചെക്ക് ഈസ് പേയബിൾ ടു MP സുധീർ ഓർ ഓർഡർ ഇസ് എൻഡോസ്ഡ് as follows. പേ അനീഷ് ഓർ ഓർഡർ ഓൺ ദി അറൈവൽ ഓഫ് രാജേഷ് നായർ. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്, കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എൻഡോസ് ചെയ്യുന്നതിനെയാണ് കണ്ടീഷണൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻഡോഴ്സ്മെൻറ്റിൻ്റെ ടൈപ്പാണ് സാൻസ് റിക്കോഴ്സ് എൻഡോഴ്സ്മെൻറ്റ്. ഇറ്റ് ഈസ് എൻ എൻഡോഴ്സ്മെൻറ്റ് വിച്ച് ലിമിറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് ദി എൻഡോസർ. ജനറലി എ endorser is liable to the subsequent endorsees if the instrument is dishonored. But in the case of sans recourse endorsement, the endorser free from such liability by writing the words sans recourse or without recourse to me. ഇതെന്താ വെച്ചാൽ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ്, അതായത് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആകുന്ന സമയത്ത്, ഡിസോണർ ആയാൽ അതിൻ്റെ ലയബിലിറ്റി, അതിൽ നിന്നുണ്ടാവുന്ന എൻഡോസിക്ക്
എൻഡോസർക്ക് ഉണ്ടാകുന്ന ബാധ്യതകളൊന്നും ഒന്നും തന്നെ തനിക്ക് ബാധകമല്ല, അതായത് എൻഡോസർക്ക് ബാധകമല്ല എന്ന് പറയുന്നതാണ് സാൻസ് റിക്കോസ് എന്നുള്ള വേർഡ് മീനിങ്സ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാധ്യത ഉണ്ടാവില്ല. അതായത് എൻഡോസറും എൻഡോസിയും ഉണ്ടല്ലോ നമ്മുടെ ഈ എൻഡോസ്മെൻറ്റിൽ. അപ്പോൾ എൻഡോസർ എന്ന് പറഞ്ഞാൽ ആരാണോ ഈ ഇത് എഴുതുന്നത്, സൈൻ ചെയ്യുന്നത് എൻഡോസർ, ആർക്കാണോ കൊടുക്കുന്നത് എൻഡോസി. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് എൻഡോസി ആ ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ഡിസോണർ ആയിപ്പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ ബാധ്യതകളൊന്നും എൻഡോസർക്ക് ബാധകമല്ല എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സാൻസ് ഫ്രൈസ് എൻഡോസ്മെൻറ്റ്. ഇതിൽ വിത്തൗട്ട് എക്സ്പെൻസ് ആണ് സാൻസ് ഫ്രൈസിൻ്റെ മീനിങ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ് ദി എൻഡോസർ ഡസ് നോട്ട് വാണ്ട് എനി എക്സ്പെൻസസ് ടു ബി incurred on his account on the instrument. That means he is liable for the amount of instrument only and not liable for any additional expenditure like noting and protesting the charges. ഇതിൽ എൻഡോസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പെൻസസ് ഒന്നും എൻഡോസിയെ ബാധിക്കരുത് എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യുന്ന എൻഡോസ്മെൻ്റ് ആണ് സാൻസ് ഫ്രൈസ് എൻഡോസ്മെൻറ്റ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എൻഡോസ്മെൻ്റ് ആണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ്. ഇതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻഡോസർക്ക് ഉണ്ടാകുന്ന ചില റൈറ്റ്സൊക്കെ ഒഴിവാക്കിയിട്ട് വിട്ടുകളഞ്ഞുകൊണ്ട് ചെയ്യുന്ന എൻഡോസ്മെൻറ്റ്സ് ആണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് എൻഡോസ്മെൻറ്റ്. നമ്മൾ റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് പറഞ്ഞു, ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ് പറഞ്ഞു, സാൻസ് ഫ്രൈസ്, സാൻസ് റിക്കോസ് എൻഡോസ്മെൻറ്റ് പറഞ്ഞു. പിന്നെ കണ്ടീഷണൽ മീൻസ് കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഇന്ന ഡേറ്റിന് എൻഡോസ്മെൻറ്റ് നടത്താമെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ വെച്ചിട്ട്. പിന്നെ റെസ്ട്രിക്റ്റീവ് പറഞ്ഞു, സ്പെഷ്യൽ പറഞ്ഞു, ബ്ലാങ്കും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻഡോസ്മെൻറ്റിൻ്റെ ടൈപ്സും അതുപോലെ എൻഡോസ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ജനറൽ റൂൾസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.